ഏലാഞ്ചി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിമിട്ട് പിന്നീട് തേങ്ങയിട്ട്, ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടില്ല. നമുക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. പഞ്ചസാര തേങ്ങയിൽ അലിയുന്നത് വരെ ചൂടാക്കാം. തേങ്ങ ഇട്ട് കളറ് മാറാനും പാടില്ല. ഇപ്പം പഞ്ചസാര തേങ്ങയിലൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്ന് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, കുറച്ച് വെള്ളം, ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് മൈദ ഇടാം. പിന്നീട് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഒരു മുട്ട എന്നിവ നമുക്ക് അടിച്ചെടുക്കാം. വെള്ളം പോരെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ വീണ്ടും അടിച്ചെടുത്തതാണിത്. മാവ് ഈ പരുവത്തിലായി. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഒരു പാനിലോട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. മറ്റേ സൈഡ് വേവിക്കാം. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടോട് കൂടി തന്നെ നമുക്ക് ആ ഫില്ലിങ് അതിൽ വെച്ച് മടക്കിയെടുക്കാം. നമ്മുടെ ഏലാഞ്ചി റെഡിയായി.